നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഇന്ന് ഒരു പുതിയ ചരിത്രം പിറവിയെടുക്കുന്ന ദിവസമാണ്. ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടൻ, ഷാജോ ചേട്ടൻ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടൻ. നസീറിക്ക ഇല്ലാത്ത നമ്മുടെ ഐറ്റം വേറെയുടെ ആദ്യത്തെ എപ്പിസോഡ് നസീറിക്കൊക്കെ അത്രയും പറ്റാഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എങ്ങനെയും ഒരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. അതെ, അതും നല്ലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ, നല്ലൊരു ഉഗ്രൻ പരിപാടിയാണത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിയാഞ്ഞോണ്ടാണ്. ഇല്ലെങ്കിൽ നസീർക്ക് എങ്ങനെയും എത്തിയാണ്. ആദ്യം വലിച്ചു കിട്ടില്ല, ബ്രേക്ക് സമയത്ത് ഓടി വരും. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് അതേപോലെ സ്കിറ്റ് വിളിക്കല്ലേ? ഫസ്റ്റ് ടീം നമ്മുടെ ഒരു ഉഗ്രൻ ടീമാണ് അടുത്ത വരാൻ പോകുന്നത്. സുമിയുടെ ടീമാണ്. സുമിയുണ്ട്, മനോജേട്ടനുണ്ട്, കൂടെ അജയ് ചേട്ടനും. കണ്ടോ 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 കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്നുണ്ട് എന്റെ പുന്നാര മോന. രുചിയില്ലാത്തോണ്ടൊന്നും അല്ല ഇത് കഴിക്കാത്തത്. അവന് സമയമില്ല. അവന് എവിടുന്ന് ആ സമയം? ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കയറി ഇരുന്ന് അങ്ങ് സമയം കളയും. മാത്രമോ ഒരു ക്രിക്കറ്റും ബാറ്റും ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ ഇറങ്ങി അങ്ങനെ സമയം കളയും. അച്ഛന് മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അച്ഛൻ തിന്നതിന്റെ ബാക്കി, മോൻ തിന്നതിന്റെ ബാക്കി, ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം. കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ. അതെങ്ങനാ? മുട്ടയെ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല ചെന്ന് കയറുന്നത് ചോറും കളത്തിനകത്തോട്ട. പിന്നെ എങ്ങനെ പറ്റും? ഒരു സമാധാനം ഇല്ല വീട്ടില്. അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലുണ്ട്. എന്തോ പുകിലുണ്ടാക്കുവോ എന്റെ ദൈവമേ, എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഭഗവാനേ. ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുന്നു? ഓ, ഇത് എവിടായിരുന്നു? രാവിലെ പോയതല്ലേ ഇത്? ഓ, നീ പറയുന്ന വെളിയിൽ എന്തോ വെയിലാന്നറിയാവോ? എന്നാ പിന്നെ തണല് നോക്കി അങ്ങ് പോവരുതായിരുന്നു. ആ തണല് തപ്പി നടന്നാ ഞാൻ താമസിച്ചത്. അത് കൊള്ളാം, അത് കൊള്ളാം. എല്ലാം വാങ്ങിച്ചു. പക്ഷെ നീ തന്നെ ഇതിന്റെ ലാസ്റ്റിൽ എഴുതിയേക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മതിയേ. 4 നാറിയ വേണോന്ന് എഴുതിയേക്കുന്നു. 4 നാറി വേണമെന്നോ? നന്നാറി വേണോന്നില്ലേ പറഞ്ഞേ? ചൂടൊക്കെ അല്ലേ ചേട്ടാ, സർബത്ത് അടിച്ച് കുടിക്കാനാ. നല്ലതാ. നൂഡിൽസ് മേടിച്ചായിരുന്നോ? നൂഡിൽസ് എന്തിനും? മോൻ കളി കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാനാ. അയ്യോ, നൂഡിൽസ് ഞാനൊരു പുത്ത തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് നൂലൂരി പുഴുങ്ങി കൊടുക്കവന്. നൂഡിൽസ് ആണെന്ന് പറഞ്ഞു വലിച്ചു കേട്ടവൻ. എന്റെ കുഞ്ഞിനോട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്തുവാ? എനിക്കുണ്ട് ദേഷ്യം അവനോട്. എനിക്കറിയാം നിങ്ങൾക്ക് എന്താ എന്റെ മോനോട് ദേഷ്യം. സർക്കാർ എന്ന് സ്ത്രീധനം നിർത്തലാക്കിയോ അന്ന് മുതൽ സ്വന്തം മോനെ കാണുന്ന നിങ്ങൾക്ക് കയറുവായി. അതൊന്നുമല്ല, ഞാൻ ഇതിനൊക്കെ എതിരാ. എടി, നിന്നെ കെട്ടിയപ്പോ ഞാൻ എന്തുവായാലും മേടിച്ചായിരുന്നോ? ഇല്ല, പക്ഷെ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലപോലെ മേടിച്ച് കെട്ടിയേനെ. അല്ലേലും മറ്റുള്ള പിള്ളേരെ കാണുമ്പോ എന്റെ കുഞ്ഞിനെ നിങ്ങൾ താഴ്ത്തി കെട്ടും. എടി, എങ്ങനെ താഴ്ത്തി കെട്ടാതിരിക്കും? അവന്റെ കൂടെ പഠിക്കുന്ന അഖിലേ, ഇപ്പൊ ഞാൻ അവനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു. ആ അഖിൽ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചെന്തോന്നറിയോ? ഹൗ ആർ യു അങ്കിൾ, വേർ ആർ യു ഗോയിങ് എന്ന്. അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം നെഞ്ചത്തൂന്ന് എഴുന്നേറ്റങ്ങ് നിന്നു. നീ കാണണമായിരുന്നു, ഇടിയപ്പം ഞെക്കാൻ നേരത്തെ മാവ് ഇങ്ങനെ ബ്രഷോന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ, അതുപോലെ ആയിരുന്നു എന്റെ ഉടുപ്പിനിടെ കൂടെ രോമം ഇങ്ങനെ നിന്നത്. അപ്പൊ കയ്യിലെയോ? അത് പറയാനില്ലല്ലോ. ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുവാ. എന്തോനാന്നോ ഇത്? അവന് പറഞ്ഞല്ലേ ഉള്ളൂ, എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ്. അയ്യോ, അറിയാം. അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ പ്രദേശ് എന്ന് എഴുതിയവനാണ് നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട്. അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാനാ അവനെ പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കേണ്ട, നമുക്ക് CBSE വിടാമെന്ന്? CBSE എന്താ കേട്ടിട്ടില്ലയോ? അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്തിയാടി ആ ബീഫോ? അവനെ പോത്തൊന്ന് വിളിച്ച് ഞാൻ മടുത്ത്. അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത്. അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ. അവൻ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ നിൽക്കുവാന്നോടി അവൻ. അവസാന സമയത്ത് അവനെ നോക്കാൻ കാണത്തുള്ളൂ. നല്ല സമയത്ത് നോക്കാത്ത അവൻ എങ്ങനെ ആടി അവസാന സമയത്ത് നോക്കുന്നേ? രാവിലെ ഇറങ്ങി കാണുമല്ലോ കുന്തവും കോപ്പും കൊണ്ട്. നാളെ അളിയനും പെങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണ് എന്റെ കുഞ്ഞിനെ താച്ചിയാലുണ്ടല്ലോ. എടി, ഞാൻ അവനെ വഴക്ക് പറയും. അത് നന്നാവാൻ വേണ്ടിയാണ്. മറ്റുള്ള റൂമിൽ വെച്ച് അവനെ കെട്ടിത്താക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ. ഇല്ല, ഞാനേ ഒന്ന് നടു നോക്കട്ടെ. നോക്കാൻ അത് നടുവാന്നോ അതോ കൊടയാണോ? അത് കൊള്ളാടി കിടക്കണ. അണ്ടാ കവറിനകത്ത് 2 സാധനം ഉണ്ട്, അതൊരു എടുത്തടിക്കും. ഇതെന്തുവാ ഇത്? പച്ചക്കറി മൊത്തം കരിഞ്ഞിരിക്കുവാന്നല്ലോ. ആ പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാടി, അതാ കരിഞ്ഞിരിക്കുന്നത്. ഈ വന്ന കാലത്ത് നമ്മൾ എങ്ങനെ മേടിച്ചോരൊന്ന് കൂട്ടാൻ വെക്കുവെന്നേ? എടി, ആഡംബരച്ചെടി മുറ്റം മൊത്തം വെച്ച് പിടിക്കുമ്പോ ഓർക്കണമായിരുന്നടി 4 മൂട് പച്ചക്കറിയും കൂടെ നടാമായിരുന്നെന്ന്. അദൃശ്യനായിട്ട് നിന്ന് മെസ്സേജ് പറയുന്നത് കേട്ടോ. എന്നെ ഒറ്റയ്ക്ക് ഫ്ലോറിൽ നിന്ന് എന്തെങ്കിലും പറയാൻ സമ്മതിക്കത്തില്ല. അരുങ്കുട്ടോ, മോനെ എവിടെ ആയിരുന്നടാ നീ? ഇത്ര നേരം എവിടെ ആയിരുന്നു കുഞ്ഞേ? മോനെ യോ
എന്താ അമ്മേ? എവിടെ ആയിരുന്നടാ നീ ഇത്ര നേരം? ഞാനവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാ? അമ്മ വെച്ചിട്ട് വേറെ കാര്യം നോക്കാം. പോ. കൃഷ്ണമണി എടുത്തിട്ട് ഞാൻ അങ്ങ് വെച്ചു. ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുവാ? ചായ എപ്പ അനത്തി വെച്ചാന്നറിയാവോ? നോക്കത് തണുത്തുറഞ്ഞത് എന്റെ മേളി പാട ചൂടി. ആ പാടെടുത്ത് ചായ ക്ലാസ്സിന് മേളിൽ വെച്ചിട്ട് അമ്മ ഗഞ്ചറ അടിച്ച് പഠിക്കും. പോ. മിണ്ടാതെ, അച്ഛനകത്തുണ്ട്. ഇന്ന് പോയില്ലയോ? ഇന്ന് പോവാന്ന് പറഞ്ഞാൽ ഇന്ന് പുള്ളിക്ക് ഓഫാ. അത് കൊള്ളാം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ഒരു ഗ്ലാസ് ബീർ കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ തല അടിച്ച് കീറുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോൾ ഓഫായിട്ട് കിടക്കും അല്ലയോ? കണ്ണു കുടിച്ച് ഓഫായ കാര്യമെന്ന് പറഞ്ഞത്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട അവധിയാന്ന്. മോനെ അമ്മ ഒരു കാര്യം പറയാം, മക്കൾ അനുസരിക്കുമോ? ഇന്ന് എവിടെയും പോവരുത്, TV വെക്കരുത്, ഫോൺ കാണരുത്, പാട്ട് കേൾക്കരുത്, നിശബ്ദനായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോണം. അച്ഛൻ ഇഷ്ടമല്ല, അച്ഛൻ ഉറങ്ങാൻ പോവുക. അച്ഛൻ ഉറങ്ങുമല്ലയോ? അല്ല ദുഃഖാചരണം ഒന്നും ആഘോഷിക്കുമല്ലോ. നിന്റെ സർവ്വതം പറഞ്ഞേക്കാം. നിന്റെ ഈ പറഞ്ഞിലേക്ക് മറുപടി ഉണ്ടോ ഇവിടെ? നിന്റെ മാർക്ക്, ആ മാർക്ക് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് ഈ വീട്ടിൽ നടക്കും. കൊടുക്കണോടാ അമ്മ ഒരു കാര്യം ചെയ്യുമ്പോ ആ മാർക്കിന്റെ കാർഡിനകത്ത് ഒപ്പിടാൻ അമ്മ വന്നാ മതി. മാർക്കിന്റെ കാർഡോ? സ്കൂളിലൊക്കെ മാർക്കിന്റെ കാർഡില്ലേ? ഓ, പ്രോഗ്രസ് കാർഡ്. ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത അതിന് പ്രോഗ്രസ് കാർഡ് എന്ന് വിളിക്കണ്ട, ചുമ്മാ കാർഡെന്ന് പറഞ്ഞാൽ സമയത്ത് പഠിക്കണമായിരുന്നു, അല്ലാതെ ബാറ്റും തട്ടിക്കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? അമ്മോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് +2 പോകണ്ടെന്ന്. +2 പോവാതെ മോൻ എന്തോ പോണമായിരുന്നു. പോളിടെക്നിക്. ആ പൊളിക്കാനുള്ള ടെക്നിക്ക് നിന്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. നാളെ അമ്മാവനൊക്കെ ഇവിടെ വരുന്നുണ്ട്, അമ്മാവനും അപ്പച്ചിയും കൂടെ മുറപ്പെണ്ണും ഉണ്ട്. അമ്മാവൻ ദൂരക്കൂട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നീ രാത്രി അപ്പം കൊച്ചിന് മെസ്സേജ് അയക്കൂടാ പാറൂന്? ഞാൻ പെണ്ണെന്ന് മെസ്സേജ് അയക്കുന്നത് അമ്മ ചുമ്മാ തോന്നോളാം. നമുക്ക് ചാവക്കാടിനപ്പുറം പോവല്ലേ മോനെ, കടല. നീ മുങ്ങി താഴെ സ്ലാങ് ഞാൻ പറഞ്ഞേക്കാം. പണിയാ തരും കേട്ടോ. പറയണ സത്യം പറയണം, നീ മെസ്സേജ് അയച്ചോടാ. ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോ അവള് പച്ചലൈറ്റ് കിടക്കുന്നുണ്ട്. ഹായ് പാറുന്നുണ്ട്, ഞാൻ മെസ്സേജ് വിട്ടു. അവള് പച്ചലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളങ്ങ് പോയി. നീ ആ പച്ച ട്രാഫിക്കിനകത്ത് കിടന്ന് കറങ്ങത്തതേ ഉള്ളടാ. നീ പഠിക്കാനൊന്നും പോകുന്നവനല്ല നീ. അമ്മച്ചി എന്റെ കല്യാണം. അയ്യോ, നിനക്ക് എന്തിനാണ് ഇപ്പൊ കല്യാണം? കണ്ടവന്റെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഔട്ട് മാർക്കാനാണോടാ നിനക്ക് പെണ്ണ്? അതിനൊന്നുമല്ല, വേറെ കാര്യത്തില്. എന്തിനാടാ നിനക്ക് പെണ്ണ്? റീൽസ് ചെയ്യാൻ വേണ്ടി അവളെ വെച്ച്. എടാ നിന്റെ അച്ഛൻ നിന്റെ പ്രായത്തില് പഠിച്ച് നല്ല KSRTC ഡ്രൈവറായിട്ട് ജോലി കയറി 1-ാം തരം വീടും വെച്ചു. ഇപ്പോഴും അയാൾ 18 വർഷം കൊണ്ട് വളയം പിടിക്കുക. എന്നിട്ട് ഇതുവരെ നൂത്തില്ലല്ലോ, അയാൾ വളയം പിടിച്ചോണ്ടിരിക്കുവല്ലേ. എന്നിട്ടാ എന്നെ കെട്ടിയത്. ആ പ്രായത്തിൽ നീ എന്തോ ഉണ്ടാക്കി? എനിക്ക് 10 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മൊത്തം ഞാൻ തിന്ന് തീർക്കും. ഇതിനൊക്കെ ഞാൻ എന്തോ എങ്ങനെ വളർത്തണോ, എന്തിനു വളർത്തണോ? ഇരിക്കല്ല ചുമ്മാ പേനെ വളർത്തിട്ട് എന്നെ പ്രാകാതെ. നിന്നെ വളർത്തുന്ന ആരെയോ ഞാൻ പറഞ്ഞു. എനിക്ക് വിശക്ക് എന്തൊരു തരുന്നതാ. അങ്ങനെയാണെങ്കിൽ ആ പൈപ്പിന്റെ ഓട്ടിക്ക് പോയി കൈ ഒന്ന് ബ്ലീച്ചിട്ട് വാ. ബ്ലീച്ചാനോ? അല്ല, മോൻ നല്ലപോലെ തേച്ചടിച്ച് കഴുകത്തില്ലല്ലോ. മജീഷ്യന്മാര് കാണുന്ന പോലെ പൈപ്പ് തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ഒരാക്ക് പോയി കഴിയിട്ട് വാ. പെട്ടെന്ന് ഓർക്കാറുണ്ട്. പറയണ്ട, ഇവിടുത്തെ കാര്യം കൊണ്ട് മനുഷ്യനാണെന്ന് വട്ടം കറങ്ങുക. ഓ, വായിക്കോട്ടേക്ക് താളം ഇട്ടോണ്ട് ഒരാൾ വരുന്നുണ്ട്. ഓ, ഒന്ന് ഉറങ്ങാൻ കിടന്നാ പെണ്ണെ, ചൂട് കാരണം ഉറങ്ങിയില്ല. അതാ ഫാനും കിട്ടാ പോരായിരുന്നോ? ഓ, ഫാനിടാൻ പറ്റത്തില്ലടി, ഫാനിൽ ഒരു പല്ലി ഇരിക്കുമായിരുന്നു. അത് ഫാൻ കറങ്ങുമ്പോഴത്തേങ്ങ് പോയേനെ. അങ്ങനെ എന്റെ കറണ്ടിൽ അവൻ കറങ്ങി കിടന്ന് സൂഹിക്കണ്ട. എന്നിട്ട് നാളെ കൂട്ടുകാരൻ വിളിച്ചോണ്ട് വരാം, അമ്യൂസ്മെന്റ് പാർക്കാന്നും പറഞ്ഞിട്ട്. വേല കയ്യിലിരിക്കട്ടെ അവന്റെ. ചെറുക്കൻ ഇതെവിടെ പോയി? അരുണേ, ചെറിയ പ്രായത്തിലെ ഗ്രിപ്പ് കിട്ടുന്നില്ല. ഏട്ടാ, ചെറുക്കൻ ചോറ് കഴിക്കാൻ വന്നിരിക്കുക. ദൈവത്തെ ഓർത്ത് തിരുവാ മൊഴിഞ്ഞൊന്നും മിണ്ടിയേക്കല്ല ഞാൻ പറഞ്ഞേക്കാം. പറയുന്നില്ലേ, അമ്മയായി മോനായി നിങ്ങളുടെ പാടായി. ചിരുട് ഇട്ടാ മോനെ ചോറ്. 56 രൂപ 1 കിലോ അരിക്ക്. പയറ് കിലോ 35 50 ഗ്രാം തോരൻ മതി അമ്മ. സാമ്പാർ ഒഴിക്കട്ടെ. 350 രൂപ ഒരു സാമ്പാർ കിറ്റിന്. ചാറ് മതി. വാട്ടർ ബില്ല് അടച്ചിട്ടില്ല. മുട്ട പൊരിച്ചു വേണം മോനെ. മുട്ട പൊരിച്ചു 12 രൂപ നാടൻ മുട്ടയ്ക്ക്. ഇണ്ടാപ്രാണികൾ വരെ ഞെക്കി മുക്കി ഈ വീടിന് വേണ്ടി അധ്വാനിക്കും. അച്ഛനും മോനോട് ഒരു കാര്യം പറയാം. ലൈഫ് കളിയൊക്കെ നല്ലതാ, ഓവറായ ബോറാന്നേ. കണ്ടോ, നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ടാ ചെറുക്കൻ സങ്കടപ്പെട്ട് താഴെ പോയിരുന്നു വാരി തിന്നുന്നത്. വിഷമിച്ചൊന്നും ഇരിക്കുമല്ല, താഴെ വീണതോടെ വാരി തിന്നാലോ എന്നും പറഞ്ഞു. അമ്മേ, ഒരു ഊണിന് എത്ര പൈസ ഞാൻ തന്നേക്കാം. എന്നാ ഒരു 70 രൂപയുടെ കൂട്ടി വാങ്ങിക്കടി. അതെന്തിനാ? 4 പാലപ്പം മുട്ടക്കറിയും കയറ്റിയായിരുന്നു രാവിലെ. കണ്ടോ, ഞാൻ പറഞ്ഞാന്നൊന്നും മിണ്ടല്ലേന്ന്. നിങ്ങൾ കാരണം എന്റെ കുഞ്ഞാ ചോറിന്റെ അടുത്തിരുന്ന് കരയുന്നത്. എണീറ്റ് കണ്ണു കൊടുക്ക, എണീറ്റ് അത് പെട്ടെന്ന് പൈപ്പിന്റെ ഓട്ടി പോവാനാ കുതിരപ്പുറത്ത് പോയത്. നിങ്ങൾ എന്താ, നിങ്ങളൊരു അച്ഛനാന്നോന്നേ? ഞാൻ അവന്റെ അച്ഛൻ തന്നെ. കണ്ണി എരി പോയപ്പോഴാന്നോ? അയ്യോ, കണ്ണിലവൻ തൂത്തല്ല, വായിക്കൂടെ തിന്നിട്ട് തികഞ്ഞിട്ട് കണ്ണിക്കൂടെ കുത്തിക്കറ്റാൻ നോക്കിയത്. എന്റെ ദൈവം, ഇങ്ങനെ ഒരു തന്ത ഒരു വീട്ടിലും കാണത്തില്ല. ഞാൻ തന്തയാടി, സംശയം ഉണ്ടോ? വേറൊരു മീശ കണ്ടോ? തന്തമാർക്കേ ഉള്ളൂ മീശ. കൊള്ള, അന്തിച്ചന്തയിൽ ആള് കൂടുന്ന പോലെ പറഞ്ഞേക്കാം. ഒന്നും ഞാൻ പറഞ്ഞേക്കാം. അമ്മ, ഈ പുള്ളിക്കാരൻ എന്തിനാണ് അമ്മ എന്റെ അച്ഛനാക്കിയത്? ഒന്നും പറയണ്ടടാ, ഗ്രൂമർമാര് പറഞ്ഞിട്ട്. കാരണവന്മാര്
വന്നു കഴിഞ്ഞാൽ തന്റെ പറ്റുമോ? ഇതുവാടാ, ഞാൻ നിന്റെ അച്ഛനായത് നിനക്ക് നാണക്കേടാണോ? ഉണ്ട്, നാണക്കേടാ. നാണക്കേടാ എന്റെ അച്ഛനായത്. ഇല്ലത് ഒരു നാണക്കേടാ. എന്തുവാ ഇത്? വിതുമ്പല്. അത് മീനില്ലേ? അത് ചെതുമ്പല്. ഇത് വിതുമ്പല്. നീ എന്റെ മോനെ നാണക്കേടാ ഇവിടുത്തെ. ഓ ഇല്ലതേ ലതമ്മേ, ഇല്ലതേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫേസ് എക്സ്പ്രഷൻ നോക്കി മാർക്കിടാൻ ഞാൻ ജൂറി ജഡ്ജൊന്നും അല്ല, ഈ വീട്ടിലെ വീട്ടുകാരിയാ. ഞാൻ പറഞ്ഞേക്കാം. നീ പറഞ്ഞോണ്ടല്ലോ നാളെ കെട്ടിരിക്കുവാ ഞാൻ. എന്താ നാണക്കെട്ടിരിക്കും? എടാ, നിന്റെ കൂടെ പഠിച്ച അഖിലുണ്ടല്ലോ, അവൻ എന്തോ മിടുക്കനാടാ. നീ വട്ടക്കോളഞ്ഞ് ജംഗ്ഷനിലോട്ട് ഇറങ്ങി നോക്കടാ, കാണാൻ നിനക്ക്. പിന്നെ ജംഗ്ഷൻ ആദ്യമായിട്ട് കാണൂല്ലേ ഞാൻ? ജംഗ്ഷൻ കാണാനല്ല, അവിടെ അവന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മൊത്തം A+ വാങ്ങിച്ചതിനും. സത്യം പറഞ്ഞല്ലേ, ആ ഫ്ലെക്സിന്റെ അടുത്ത് ചെന്നപ്പോഴേ ഞാൻ നാണം കെട്ടുപോയി. അവൻ തുണിയില്ലാതിരിക്കുവാ നാണം കിട്ടുമ്പോൾ. ഇവനെ ഞാൻ അടിക്കാത്ത എന്തെന്നറിയോ? നിനക്ക് എന്റെ അച്ഛന്റെ മുഖച്ചായ ഉള്ളോണ്ടാ കേട്ടോടാ. ആന്നോടാന്നോ മുഖച്ചായ ഉണ്ടെന്നേ പറഞ്ഞോളൂ. എന്റെ അച്ഛനതൊന്നുമല്ല പറഞ്ഞു ഞാൻ കേട്ടോ. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ വേറെയുള്ള പിള്ളേരെ തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന്. ഇല്ല, വേറെ പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല. എടി 99 വയസ്സുള്ള നാരായണൻ ചേട്ടൻ 10ാം ക്ലാസിന്റെ തത്തുല്യ പരീക്ഷ എഴുതിയ ഫ്ലെക്സും ആ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ 99 നാരായണൻ എന്ന്. അയ്യാ, കണ്ണു തുറന്ന് വായിക്കണമായിരുന്നു. 99ാമത്തെ വയസ്സിൽ അങ്ങനെ മരിച്ചെന്റെ ഫ്ലെക്സാ വെച്ചേ. അഭിനന്ദനങ്ങളല്ല, ആദരാഞ്ജലികളാ എഴുതി വെച്ചേക്കണോ. ഈ ആദരാഞ്ജലി അഭിനന്ദനങ്ങളും ഒക്കെ ഒറ്റ ലെറ്ററിൽ എഴുതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോവാടാ. അച്ഛനോട് നീ എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ അങ്ങ് അടങ്ങുഞ്ഞേ. അമ്മജി, നാളെ കൂട്ടുകാരൊക്കെ ടൂറിന് പോവോ? എനിക്കും പോണം. ഈ വാക്കിന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ നിന്നെ ചാടിക്കോ അങ്ങേരെ. പറ അങ്ങോട്ട്. എന്തുവാ ഞാൻ നേന്ന് വിളിച്ചതാ. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കമ്പിച്ചടി പറ. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ കൂടെ ഉണ്ടാക്കി വെച്ചേക്ക് വേണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. കാണോ ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത കാണൂല്ലേ? നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാനിപ്പോ കട്ട് ചെയ്തു. നീ മിടിക്കുക ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക നീ. പൈസ വല്ലതും കൊടുക്കുന്നേ. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിറങ്ങാൻ പോകുന്നതിന്? 5000 രൂപ സാലറി വട്ട് തരും. KSRTC ജോലി ഞാൻ ചത്താലും പറ്റുമെങ്കിൽ ഇന്ന് കൊടുക്ക്. തരാവടി 5000 രൂപ തന്നാ പോരെ? 5000 രൂപ തരുമെന്ന്. 2500 രൂപ ഞാൻ ചോദിച്ചപ്പോൾ 5000 എന്തിനാ? ഞാനാന്ന് ഇടനില നിൽക്കുന്നത്, കമ്മീഷൻ ആയിരിക്കും. ഞങ്ങളുടെ വീട് അന്നത്തെ മാട്രിമോണിയുടെ ഓഫീസാണ്. എന്തുവാടി? അവൻ ഇന്ന് തന്നെ വേണമെന്ന് പൈസ. ഇന്ന് തന്നെ വേണമെന്നോ? എടാ വേണമെന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പോണോടാ. അവൻ ഇന്ന് തന്നെ വേണമെന്നും. എടാ നീ കഷ്ടപ്പാടെന്തോന്ന് അറിഞ്ഞിട്ടുണ്ടോടാ? എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിക്കറിട്ടുണ്ടായിരുന്നല്ല ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് മൂട് കീറിയത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് എന്റെ കൂട്ടുകാർ പറയുമായിരുന്നു, PP പ്രകാശിന്റെ നിക്കറിരുന്ന് ബബിൾക്കച്ച വെക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എന്തോ കഷ്ടപ്പാടാ. മഴ പെയ്യുമ്പോഴെന്തുവാ വെള്ളമായിരുന്നു. അതല്ലെന്ന്. എടാ മഴ പെയ്യുമ്പോ ചൂടിക്കൊണ്ട് വന്നൊരു കുടയുണ്ടോ ഞങ്ങൾക്ക്? ചേമ്പല വെട്ടി അത് തലയ്ക്ക് മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഇപ്പോഴും ചേമ്പല കാണുമ്പോ ഞാൻ കൊതിക്കും അതിന്റെ ചോട്ടിൽ ചെന്നിരിക്കാൻ. തവളയാണ് നമ്മ നിൽക്കുന്നത്. എന്തോ ആവശ്യമില്ലാത്തൊരു ചിരി. പിന്നെ ഞാൻ കരയുമ്പോ അവൻ തവള കരഞ്ഞു എന്ന് പറയാനെ കൊണ്ട്. എന്തോനാ അച്ഛനെ ഇങ്ങനെ പറയുന്നത്? ചാടരുത്, ഞാൻ പറഞ്ഞേക്കാം. നിന്നോട് സ്നേഹമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം നിന്റെ അച്ഛന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ അങ്ങേരെ കാണത്തുള്ളൂ. നോക്കുന്നേ, വിളിച്ചു നോക്കങ്ങോട്ട്. എന്റെ കുഞ്ഞു മയങ്ങി വീണ്. ഉള്ള വാർത്തതും പൊരിച്ചതും എല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്ത് കൊളസ്ട്രോൾ ഏതാണ്ട് കൂടിയതാടിയോ. എന്നിട്ട് വാൻ പറ അവനോട്. ഇയാളെന്നാ പറയുന്നത്? അടിക്കണോടാ നിനക്കെന്നെ? അടിക്കണോടാ? അച്ഛനും മോനും കൂടെ വാഴ സിനിമ കണ്ട് അന്ന് മുതൽ അല്ലേ സീൻ അങ്ങ് റീക്രിയേറ്റ് ചെയ്യുക. കണ്ട് ഞാൻ മടുത്തയാണ്. നീ അങ്ങനെ സംസാരിക്കരുത്. ഓ, സിനിമ വിട്ട് ഡ്രാമയിലോട്ട് അങ്ങ് കേറി. പിന്നെ കാൽമടക്കി ഒരു അടി അടിക്കാത്ത എന്താണെന്നറിയാവോ? എന്റെ മുണ്ടിന്റെ കര തെറ്റി പോവും. അതുകൊണ്ടാ കേട്ടോടാ. അടിക്കടാ. നാട്ടുകാരെ കണ്ട് പറയിപ്പിച്ച അടങ്ങും. ഞാൻ നിങ്ങൾ ഉണ്ടാക്കി തന്ന വാച്ച് എനിക്ക് വേണ്ട, ഞാൻ പോവോ? കണ്ടോ കണ്ടോ? എന്താടി ഈ വാച്ച് പോലായിരുന്നു നമ്മുടെ കുടുംബം. ഇതിലെ മണിക്കൂർ സൂചി നിങ്ങളും, മിനിറ്റ് സൂചി ഞാനും, ഈ തക്കണോന്ന് ഓടിക്കളിക്കുന്ന ഈ കൊച്ചു സൂചി നമ്മുടെ മോനുമായിരുന്നു.
ഈ സെക്കൻഡ് സൂചി ഇല്ലാതെ എന്തുവാകും നമ്മുടെ ഈ വാച്ച്? ഏതൊരു കാര്യം മനസ്സിലാക്കണം, സെക്കൻഡ് സൂചി ഇല്ലാതെയും ഇപ്പൊ വാച്ച് ഇറങ്ങുന്നുണ്ടോ കേട്ടോ. നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യൻ. എങ്ങനെയാലും പറഞ്ഞു ഒപ്പിക്കുമ്പോ നിങ്ങളെ നന്നാവത്തില്ല. നിങ്ങൾ ഞാൻ പോവാ അമ്മച്ചി. എവിടെ പോവാ മോനെ? ഞാൻ എങ്ങോട്ടേലും പോവാ. എന്തോ കാര്യത്തിന്? 10-15 കൊല്ലം കഴിയുമ്പോ കാശുകാരനായിട്ട് ഞാൻ തിരിച്ചു വരും. അതെങ്ങനെ? സിനിമയ്ക്കകത്ത് കണ്ടില്ലേ അതുപോലെ. എടാ മൊണ്ണേ, 2.5 മണിക്കൂറുള്ള സിനിമ അല്ലടാ ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. കേറി പോടാകത്ത്. ഞാൻ പോകത്തില്ല. ചോറ് വിളമ്പി വെച്ചേക്കുന്ന മോനെ, ചോറ് ആ ശുഭം തീർന്നേ. നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു കൈ വരട്ടെ. പ്രചോദേട്ടാ. സുമി, അജേഷേ, മനോജേ, വെടിക്കെട്ടായിരുന്നു കേട്ടോ. വെടിക്കെട്ട് സ്കിറ്റ്. അതിനകത്ത് കുറവുകൾ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിൽ ഇന്ന് വരെ കേൾക്കാത്ത കൗണ്ടറിൽ നിൽക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു 4-5 കൗണ്ടറുകൾ. ഒന്ന് നിക്കർ നടന്നു പോകുമ്പോൾ നിക്കർ ബബിൾക്കം ചവയ്ക്കുന്ന ഒരു കൗണ്ടർ. അജേഷ് ചില സാധനങ്ങൾ ലൈറ്റായിട്ട് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് മിണ്ടാപ്രാണികൾ ഒരു ഞെക്കി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. ഞെക്കി മുക്കി. അതായത് നിങ്ങൾ 3 പേരും ഭയങ്കര ലൈഫായിരുന്നു. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സുമി പറയുകയും ചെയ്തു, ഇച്ചിരി ലൈഫ് വേണ്ട, ഇത്രയും ഓവറാക്കണ്ട. അതൊരു നിങ്ങൾ ആസ്വദിച്ച് കളിച്ചു എന്നുള്ളതാണ്. ചില സ്ഥലത്ത് നമുക്ക് പറയുമ്പോൾ ശരിയാണ്, ചിലപ്പോൾ കേൾക്കില്ല, അത് അതിന് വേണ്ടി പറയുന്നതല്ല. പക്ഷേ നിങ്ങളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അപ്പനും മകനും അമ്മയുമായിട്ടുള്ളൊരു സ്നേഹം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്നുള്ളതാണ്. അത് നിങ്ങളുടെ കളി കൊണ്ട് മാത്രമാണ്. എല്ലാ സാധനങ്ങളും മനോവിൻ്റെ പ്ലേ ഭയങ്കര രസം. കാര്യം വന്നു കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ പിള്ളേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മൊബൈലിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഒന്നും ചോദിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള സാധനങ്ങൾ. ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് പിടിച്ചു. അജേഷ് അച്ഛൻ്റെ ആ സീരിയസ്നെസ്, കെ എസ് ആർ ടി സി ഡ്രൈവറാണ്, അതിൻ്റെ സീരിയസ്നെസ് ഭയങ്കര രസമായിട്ട് ചെയ്തു. അതിനിടയ്ക്ക് പുള്ളിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമില്ല. പിന്നെ മകൻ്റെ കയ്യിൽ നീടി കിട്ടുമെന്നുള്ള പേടിച്ചു. വാഴ സിനിമയുടെ സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നു. സുമി ഒരു രക്ഷയില്ലായിരുന്നു. സുമി, നിങ്ങൾ ഈ ഒരു എന്താ പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ പോലും, ഒരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും സ്റ്റേജിൽ വന്ന് എന്തെങ്കിലും സാധനം ചെയ്യണം, പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. ഇന്നത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ 3 പേരുടെയും വളരെ രസമായിട്ട് കൊണ്ടുപോയി. എന്താ പറയുന്നത്, നമുക്ക് കോമഡികൾ കുറവുള്ളത് നിങ്ങളുടെ കൗണ്ടറിൻ്റെ അടിച്ച കൗണ്ടറിൻ്റെ മേലെ അതെല്ലാം മാഞ്ഞു പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ് 3 പേർ. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ. നല്ല സ്കിറ്റാണ്. ഈ പറയുന്ന പോലെ കുറേ ഞാൻ നിങ്ങളുടെ സ്കിറ്റുകൾ വരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാടൻ തമാശകൾ നമുക്ക് എവിടേക്കോ കേട്ട് പരിചയം അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ് എപ്പോഴും നിങ്ങളുടെ സ്കിറ്റുകളിൽ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് വരാറ്. ഇന്നും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു പീക്കിലെത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം നിങ്ങൾ 3 പേരുടെയും ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സാണ്. അച്ഛനും അമ്മ മകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ സ്കിറ്റുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഇമോഷനാണ് നിങ്ങൾ ഇന്ന് കൺവേ ചെയ്യാൻ വേണ്ടി നോക്കിയത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇപ്പം നോക്കിയാലോ അതെ, മൊബൈൽ നോക്കിയിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, അവർ ടൈപ്പ് ചെയ്യുന്ന വേഗത കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോൾ, അത്ര സ്പീഡിലാണ് അവർ മെസ്സേജസ് ഒക്കെ അയക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഒബ്സർവേഷൻ ഗംഭീരമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. കുറേ നല്ല നല്ല തമാശകളുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ നിങ്ങളുടെ ആ ലെവലിലോട്ട് എത്താത്ത രീതിയിലുള്ള എന്തോ ക്യാരക്ടറൈസേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സാധാരണ വരുമ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചിട്ടാണ് നിങ്ങൾ ഓരോ ക്യാരക്ടർ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തോ അത്ര ഒരു കംപ്ലീറ്റ് ആയില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ അതിനർത്ഥം സ്കിറ്റ് മോശമാണ് എന്നുള്ളതല്ല. ഓവറോൾ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ചേട്ടാ നന്നായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും നല്ല കുട്ടിയുടെ കാര്യം എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിള്ളേരൊക്കെ അല്ലേ, പിള്ളേർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ മിക്കവാറും ഉള്ളതാണ്. അപ്പോൾ അച്ഛനും അമ്മയും, അതായത് അച്ഛനും അമ്മയൊക്കെ ഇത്തിരി പിണങ്ങും അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇതെല്ലാം ആ സ്കിറ്റിൽ ആദ്യം കാണിച്ചിരുന്നു നിങ്ങൾ. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ കോമഡിയാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ കൗണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് സിറ്റുവേഷനിലുള്ള കോമഡികളാണ്. കാരണം വീട്ടിൽ എന്ത് നടക്കും എന്നുള്ള സാധനങ്ങളാണ് മൊത്തം കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ക്ലൈമാക്സ് നമ്മൾ തീർന്നോ എന്ന് അറിഞ്ഞില്ലായിരുന്നു. കാരണം അതൊരു നല്ലൊരു കയറി പോകാൻ പറഞ്ഞപ്പോൾ കയറി പോയില്ല. ഭക്ഷണം വേണമെന്ന് വെച്ചപ്പോൾ പക്ഷെ ഞങ്ങൾ കരുതി ഇനി ഉണ്ടാവുമെന്ന് കരുതി. ആ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഒരു അടിച്ചമർത്തിയിട്ടുള്ളൊരു ക്ലൈമാക്സ് അല്ലായിരുന്നല്ലോ. പിന്നെ ഈ പറഞ്ഞിട്ട് ആദ്യം തുടക്കത്തിൽ കുറച്ച് വലിവും കുറച്ച് കോമഡി കുറവുണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ മനോജൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഈ അച്ഛൻ്റെ ക്യാരക്ടർ ഉഗ്രനായിട്ട് പിടിച്ചിട്ടാണ് അജേഷ്. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം അതുപോലെ തന്നെ ആ മുണ്ട് മടക്കി കുത്തുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട് അങ്ങനെ. കാരണം ഇപ്പോൾ പാൻറ്റും ജീൻസൊക്കെ ആണെങ്കിലും മുണ്ട് കൊടുക്കുന്ന ചില ആളുകൾ ആ കര വെച്ചിട്ട് ഇങ്ങനൊരു ബാക്കി സാധനം ഇങ്ങനെ മടക്കി വെക്കുന്ന ആളുകൾ. പിന്നെ അതിൻ്റെ ആ ബോഡി ലാംഗ്വേജ് എല്ലാം നന്നായിരുന്നു. സുമി നന്നായിരുന്നു, ഒരു സെൻട്രലൈസിങ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു ഇത്തിരി കോമഡി കുറവുണ്ട്. പിന്നെ മനോജിൻ്റെ കാര്യം, മനോജ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കുമ്പോൾ
വലിയ കുഴപ്പങ്ങളില്ല എന്ന് വെച്ച് ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നികത്തുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ ഷാൻ ചേട്ടാ, നമുക്ക് മാർക്സ്. ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. ബിജുക്കുട്ട ചേട്ടാ? ഞാനൊരു 20,000 രൂപ. ഓ, 35,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ എന്നാ പിടിച്ചോതാ. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് കാണാം. ശരി അച്ഛാ. ശരി അമ്മേ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം അടുത്ത സ്കിറ്റ് അല്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ ചെയ്യാൻ വേണ്ടി അങ്ങ് കാസർഗോഡ് നിന്നാണ് വരുന്നത്. യതി എന്നാണ് പേര്. എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ഐറ്റം ഇവിടെ വന്നിട്ട് നമുക്ക് യതിയുടെ അടുത്തുനിന്ന് കേൾക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം യതി ഫ്രം കാസർഗോഡ്. യതി, വെൽക്കം. നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു ചേട്ടാ, ഇതാണ് യതി. യതി, നമസ്കാരം. 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 കാസർഗോഡാണല്ലേ? കാസർഗോഡ് എവിടാണ്? കാസർഗോഡ് പിലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിലിക്കോട്. ഓക്കെ, സന്തോഷം. ഇതെന്താണ്? കുറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ കയ്യില്. ഇത് സ്കിപ്പിംഗ് റോപ്പാണ്. ഞാൻ സ്കിപ്പിംഗ് റോപ്പ് വെച്ച് ചില സ്കിൽസും പിന്നെ ചില ഡാൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഓ, അടിപൊളി. വെരി ഗുഡ്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ എൻജോയ്. അനുരാഗപ്പൂ തിങ്കൾ കനിയാകുമോ? കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല ജന്നൽ. ഞാനൊന്നുമെല്ലെ പെഴുകിടും നേരം ഇടനെഞ്ചിൽ ചേർന്നിടും കുറുന്നു പെണ്ണ്. മഴവില്ലിൻ ചേരിൽ സ്നേഹം മേയും തൂവൽ കൂടുണ്ടേ, അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട്. അവളില്ലെങ്കിൽ ഞാനെല്ലി മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൻ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്. മഞ്ഞുനീ തുള്ളിയാ എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്. കറിയോണ്ടൽ കള്ളും മുത്താഴം. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. ഞാൻ വിടില്ല വിടില്ല നിന്റെ പിടി വിടില്ല. പെണ്ണേ ഞാൻ വിടില്ല, എന്നെ നിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. Johnny, why you want plenty money? പോയാരും വന്നാരും ചോര പൊടി
ഒന്നാണ് കതിരെല്ലാം കെട്ടണ് കെട്ടണ് കതിരെല്ലാം പട്ടണ് പട്ടണ് നിറയട്ടെ തന്തിര ബംഗാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് കതിരെല്ലാം പട്ടണ് പട്ടണ് നിറയട്ടെ തന്തിര ബംഗാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് കതിരെല്ലാം പട്ടണ് പട്ടണ് നിറയട്ടെ തന്തിര ബംഗാരോ മുരുകാ ഹരോ ഹരാ വേലായുധാ ഹരോ ഹരാ മുരുകാ ഹരോ ഹരാ വേലായുധാ ഹരോ ഹരാ ഈ കൈയടി പോരാട്ടോ. ഉഗ്രൻ വെറുതെ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒരുപാട് എഫേർട്ടും ഒരുപാട് സ്ട്രെയിനും വേണ്ട ഒരു കാര്യമാണ്. ആ കൂട്ടത്തിൽ അതിലെ സ്കിൽസ് ചെയ്യുക, അതിനൊപ്പം ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഫിറ്റ്നസ് മോഡൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ ഇങ്ങനെ ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അടിപൊളി. ഷാജു ചേട്ടാ ഇത് മോനെ ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ഇതിന്റെ പുറകിലുള്ള ഒരു സ്ട്രെയിൻ, നമുക്കൊരു പെയിൻ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ ജീവ പറഞ്ഞ പോലെ നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഫോറിനേഴ്സ് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇതൊരാൾ ഇത്ര ഭംഗിയായിട്ട് ഒരു സിംഗിൾ മിസ്റ്റേക്ക് പോലും വരുത്താതെ ഇത്ര ഭംഗിയായിട്ട് ചെയ്തതിനൊരു വലിയ അഭിനന്ദനം, ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് യതി. എന്തായാലും ഒരുപാട് സന്തോഷം. കാര്യം നമ്മുടെ ഈ ഫ്ലോറിലൂടെ ആയിരിക്കും ഒരുപക്ഷെ മലയാളികൾ യതിയെ പോലെയല്ല അല്ലേ ഒരാളെ തിരിച്ചറിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് ഇത് ഐറ്റം വേറെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു നിമിഷം തന്നെയാണ് യതിനെ കാണാൻ പറ്റിയതിൽ. യതിയുടെ പെർഫോമൻസ് ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റിയത്. ഇനി ഒരുപാട് ഉയർച്ചകളിലേക്ക് യതി പോകാനത് യാതൊരു സംശയമില്ല. യതി എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഓ വെരി ഗുഡ്. ഏത് സ്കൂളിലാണ്? CKNS GHSS പിൽക്കോട്. എന്റെ നാട്ടിൽ തന്നെ സ്കൂൾ. അവിടെ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഫിസിക്സ് കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. ഓ അടിപൊളി. യതി ഒരുപാട് സന്തോഷം കണ്ടു. ഇനി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. എല്ലാ പ്രാർത്ഥനകളും കേട്ടാ പ്രചോദേട്ടാ. യതി ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ ഐറ്റം വേറെ അല്ലേ യതി ഇവിടെ വരില്ലല്ലോ. അല്ലല്ല ഒരു രക്ഷയില്ല മോനെ. കാര്യം എന്താ പറയുക, സ്കിപ്പ് സ്കിൽസ് ഡാൻസ് ഈ സാധനം അതിനകത്തുള്ള സ്കിൽസ് ഇത്രയും ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട് യതി, നിന്റെ ഡാൻസിന്റെ സ്റ്റെപ്പുകൾ രക്ഷയില്ല കേട്ടോ. ഈ പറയുന്ന അതൊരു ഭയങ്കരമായിട്ടൊരു മനോഹരമുണ്ട്. അതിനൊരു ഉഗ്രം കൈയ്യിൽ കൊടുക്കുക. സത്യം. ഇപ്പൊ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ യതി? പഠിച്ചിട്ടുണ്ടോ ഡാൻസ്? ഇല്ല പഠിച്ചിട്ടില്ല. സ്കിപ്പിംഗ് ചെയ്തു തുടങ്ങിയപ്പം കണ്ട് ഇങ്ങനെ ഓരോ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയതാ. അങ്ങനെയാ പഠിച്ചേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ ഒരു എന്താ പറയുക, ഞാൻ ശരിക്കും അത് വേറെ ആരെങ്കിലും കൊറിയോഗ്രാഫി ചെയ്ത് തന്നാണോ? ഇത്രയും പാട്ടുകൾ മാറി ചെയ്തപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് മോനെ. അടിപൊളി. യതി ഇത് മനോഹരം അടിപൊളി എന്നൊന്നുമല്ല പറയണ്ട, ഇത് അത്ഭുതകരമാണ്. അത്ഭുതമാണ് സത്യം പറഞ്ഞാല്. ഇത് അത്ഭുതം എന്ന് പറയാനായിട്ട് ഡാൻസ് പഠിക്കാതെ ഈ സ്കിപ്പിംഗ് അല്ലാതെ സ്റ്റെപ്പേ ചെയ്യാൻ പറ്റൂല. ആ സ്റ്റെപ്പൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര ചില പാട്ടുകൾക്ക് ആ സിനിമയിൽ യൂസ് ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയാണ് അല്ലേ? അത് തന്നെയാണ് ചെയ്തത്. അതല്ലാതെ തന്നെ റാപ്പിലൊക്കെ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഒരിക്കലും വെറുതെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് കാണിച്ചത്. അതേപോലെ വേറെ ഈ എന്തെങ്കിലുമൊക്കെ കുറെ നേരം എവിടെയെങ്കിലും കാത്തുനിന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന പോലെ കാലെടുത്ത് തലയെ വെച്ചിട്ട് അതും വെച്ചിട്ട് അത് തന്നെ അല്ല, നമ്മള് 5 മണിയൊക്കെ കഴിഞ്ഞാൽ 2 കാലിൽ തന്നെ നടക്കാൻ പറ്റില്ല. അല്ല അത് നമ്മൾ ആ സ്കില്ലിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അതൊരു ഐറ്റം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും മോനെ ഈ ഐറ്റത്തിൽ വന്ന് പ്രത്യേകതര ഐറ്റം കാണിച്ചാല് അടിപൊളി അത്ഭുതപ്പെടുത്തി കളഞ്ഞിട്ടാ. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെ റെപ്രസെന്റ് ചെയ്ത മലയാളികളെ റെപ്രസെന്റ് ചെയ്ത ഈ ഐറ്റം ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കാൻ പറ്റട്ടെ. അതിനൊരു തുടക്കം ഇവിടെ നിന്നാവട്ടെ. എനിക്കൊരു നല്ല കൈഡി.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി? റെഡി. പ്രസാദ് ഏട്ടനുണ്ട്, മനോജ് ഏട്ടനുണ്ട്, ഡെനീഷ് ഉണ്ട്. നല്ലൊരു കേടി. അടിപൊളി. ഇത് കൃഷ്ണപുരം ഗ്രാമം. മറ്റു ഗ്രാമങ്ങളിൽ നിന്നും ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മെനകെട്ട ഗ്രാമമാണ്. അല്ലെങ്കിൽ ഈ അമ്പലം ഇങ്ങനെ അടഞ്ഞു കിടക്കോ? ഇതിനു കാരണം പുത്തേഴത്ത് തറവാട്ടുകാരും കിഴക്കേടത്ത് തറവാട്ടുകാരുമാണ്. ഇന്നിവിടെ വെച്ച് ഇവരുടെ പിണക്കം മാറുകയാണ് ഒരു കാര്യസ്ഥനിലൂടെ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും. ഞാൻ കൃഷ്ണവാര്യർ, പുത്തേട് തറവാട്. ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കളവനെന്താ ഈ കല്ലും കൊണ്ട് ഈ അമ്പലത്തിലോട്ട് വരുന്നതെന്ന്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഈ 16-ന് എനിക്ക് നടക്കാതെ പോയ സപ്തതി നടക്കാൻ പോവുകയാണ്. അതാ ഇത്ര നാൾ നടക്കാതെ പിടിച്ച് കെട്ടിട്ടിരിക്കായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കല്ലെന്തിനാ ഞാൻ കൊണ്ടുവന്നേന്ന്? അപ്പുറത്തെ കാര്യസ്ഥനെ ഇതുവരെ കാണാനില്ലല്ലോ. പൂരം പൂരം തെന്നാതിക്കിപ്പുറത്ത് നാടരിക്കുണ്ടേടി നാട്ടാരുമുണ്ടേടി നാടോടി പൈങ്കിളിയേ, നട നടക്കാളേ വേഗം നടക്കാളേ നേരം മയങ്ങിയ ഇവിടെ ഈ അടഞ്ഞു കിടക്കുന്ന അമ്പലത്തിൽ വരാൻ പറഞ്ഞിട്ട് നീ ഇത്രയും നേരം എവിടെ പോയിരുന്നടാ? എടാ നിന്നോടാ പറഞ്ഞ എവിടെ പോയിരുന്നടാന്ന്? നിന്റെ വാല് പഴകിടക്കത്തോടെ പാട്ടി. ദിലീപിന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി വായിക്കാത്ത ബണ്ണ് വെച്ചേക്കോ, ഒന്ന് വിഴുങ്ങിക്കോട്ടെ ഞാൻ. ഇവിടെ ഈ പൂട്ടിക്കിടക്കുന്ന അമ്പലത്തിൽ എന്തിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? പിന്നെ അമ്പലം എടുത്തോണ്ട് നിങ്ങളെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ? ഫണ്ടാസ്റ്റിക് സ്കിൻ കോമഡി. സ്കിൻ കോമഡി കോമഡി എന്ന്. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ സപ്തതി നടക്കാൻ പോവാണ്. അതിനെ നടക്കാതിരിക്കാൻ സപ്തതി കാലൊടിഞ്ഞിരിക്കുവായിരുന്നു. എനിക്കാടാ തെറ്റ് പറ്റിയത്. എന്താ? വന്ന വരവിന് 2 കല്ലൂടെ എടുക്കണമായിരുന്നു. എല്ലാവരും അറിയിക്കണമെന്ന്. അപ്പൊ കിഴക്കേടത്തുകാരെ അറിയിക്കണം. വേണ്ട, ആ ദുഷ്ടന്മാരെ അറിയിക്കണ്ടടാ. അതെന്താ? എടാ പാവപ്പെട്ട ഒരുത്തനെ പട്ടിയടിക്കും പോലെ അടിച്ചിട്ട് ആ മരുന്ന് പിടിച്ചു മാറ്റിയോലും ചെയ്യില്ലടാ. അല്ല നിങ്ങളല്ലേ അവിടുത്തെ കാണോ, നിങ്ങൾ പിടിച്ചു മാറ്റിയാ പോരായിരുന്നു. അപ്പൊ ഞാൻ തല്ലുകൊള്ളേം വേണം പിടിച്ചു മാറ്റേം ചെയ്യണം അല്ലേടാ? നിന്നങ്ങ് വാങ്ങിക്കുവായിരുന്നല്ലേ? വഞ്ചിക്കിട്ടടാ അവന്മാര്. അതെ, നിങ്ങളെ ഈ ശത്രുത നേരെ സംസാരിക്കടാ. അതെ, നിങ്ങളുടെ തമ്മിലുള്ള ശത്രുത എങ്ങനെ ഉണ്ടായത്? എനിക്കൊരു മൂത്ത മോനുണ്ടായിരുന്നു, രാമേന്ദ്രൻ. എടാ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയായിട്ട് കല്യാണം ആലോചിച്ച് വെച്ചപ്പോ അവിടുത്തെ കാര്യസ്ഥന്റെ മോളെ അടിച്ചോണ്ട് പോയടാമൻ. വന്നിക്കിട്ടാതെ പിന്നെ അവന്മാർ എന്നെ എന്ത് ചെയ്യൂടാ? ഞാനൊരു സത്യം പറയട്ടെ, എന്റെ അച്ഛനൊരു അബദ്ധം പറ്റി. നീയാണോ? അതല്ല, എന്റെ അച്ഛനൊരു അവിളി പറ്റി. നിന്റെ അച്ഛനല്ലേ? അതെ. പലതും പറ്റൂടാ. ഏത് കഴുതിക്കൊണ്ടാ നിന്റെ എന്താ? അയ്യോ, അങ്ങനെ മോൻ രാജേന്ദ്രന്റെ മോനാ ഞാൻ. അപ്പൊ ഞാൻ വലിച്ചു. അപ്പൊ കഴുതി ഞാൻ കട്ട് ചെയ്ത് കളാ. അപ്പൊ നീ എന്റെ മോൻ രാജേന്ദ്രന്റെ മകൻ എന്റെ പേരക്കുട്ടി. അതെ, അതന്നെ ഒറ്റയ്ക്ക് ഇന്ന് മൗൾക്കം നിന്ന് എനിക്കൊടുത്താ. മൗൾക്കുണ്ടാക്കിയതല്ലടാ, ഞാൻ തേങ്ങിയതാ. ഞാൻ ഇവിടുത്തെ ആളാണെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവിടെ? എടാ നീ എന്റെ പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞാൽ അവന്മാര് തന്നെ കരിച്ചു കളയും. ഞാൻ കൃഷ്ണനുണ്ണി അല്ലാതെ പാലുണ്ണി ഒന്നുമില്ല എന്നെ കരിച്ചു കളയാൻ വേണ്ടി. എന്റെ മോർണിംഗ് വന്നാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പാലുണ്ടിന്റെ കേസ് അവര് ചോദിക്കുമ്പോ നെഞ്ചും വിളിച്ചെന്ന് പറയണം ഇത് നിന്റെ സൃഷ്ടിയാണെന്ന്. പാവപ്പെട്ട എന്റെ തലയെ കൊണ്ട് വെക്കാൻ നോക്കരുത്. ഇത് പുത്തെടുത്ത് തറവാടാണ്, ഇത് പുഴുത്തെടുത്താക്കരുത്. അന്ന് തൊട്ടേ ഞാൻ പുഴുത്തിരിക്കുവാണ്. ഇപ്പോഴൊരാൾ വരും. നീ വായിച്ചിട്ട് എന്റെ കട്ടിന്റെ കൊണ്ട് വെച്ചേരെ. എന്താ? മുത്തച്ചുപ്പിയും കൊണ്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞു. അതല്ലേ ആ കിഴക്കേടത്തെ കൃഷ്ണനായർ ഇപ്പൊ വരുമെന്ന്. ആ കിഴങ്ങനെയൊക്കെ എന്തിനാണ് ഇവിടെ വിളിച്ചത്? രണ്ടായി പോയ കുടുംബങ്ങളെ ഒന്നാക്കാൻ വേണ്ടി. മനസ്സിലായില്ല? അതായത് രണ്ടിനെ ഞാൻ ഒന്നാക്കും. രണ്ടായതിനെല്ലാം നീ ഒന്നാക്കൂടാ? ഒന്നാക്കും. എന്നാ പിന്നെ ഇത് ഒന്നാക്കടാ. എടാ എന്റെ ഒടിഞ്ഞു പോയ സ്റ്റിക്ക് ഒന്നാക്കാൻ ഒന്നാക്കി തന്നെ പറ്റുള്ളൂ നീ കേട്ടോ. അതൊക്കെ ഞാൻ ഒന്നാക്കാം. പിന്നെ നമ്മൾ 2 കുടുംബത്തെ ഒന്നാക്കാൻ നിന്നെ കൊണ്ട് കഴിയോടോ മക്കളെ? നടക്കില്ല മിസ്റ്റർ കൃഷ്ണവാര്യര്. അത് അടുത്തവൻ കോമഡിയെ കൊണ്ടുവരും. അല്പം ലൂസാണെന്ന് തോന്നുന്നു. അത് വന്നപ്പോഴേ മനസ്സിലായി താൻ അല്പം ലൂസാണെന്ന്. എന്റെ പാന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച പ്രൊഫസർ കൃഷ്ണനുണ്ണി? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞോളൂ. ഒരു ദിവസം ഞാൻ 2 കാര്യങ്ങളെ കേൾക്കാറുള്ളൂ, ഒരു കോമഡിയും ഒരു സീരിയസും. ഞാനിവിടുത്തെ കാര്യസ്ഥൻ ദിലീപാണ്. അത് കോമഡി, ഇനി സീരിയസ്. സാറേ, ഞാൻ ഈ അടുത്ത് നിൽക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? നീ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ആണോ? അയ്യോ, എന്നെ കേട്ട പട്ടാളക്കാരനായിട്ട് തോന്നുവോ? അതല്ല, നീ ഇന്നടിച്ച ജവാന്റെ സ്മെല്ല് കുമുകുമാന്ന് എനിക്കിട്ട് അടിക്കുന്നു. നീ കുമത്തനാണ്.
ഞാൻ ഗാരിസൺ. അല്ല, ഗുമഗുമാന്ന് മണമുള്ളതുകൊണ്ട് നീ ഗുമസ്തനാണ്. ആ അത് ശരി. അപ്പോളേ വന്ന കാര്യം ഞാനങ്ങ് പറയാം. വന്ന കാര്യം അങ്ങ് പറ. സപ്തതി ആലോചിക്കുന്ന അതെ, അങ്ങൊന്ന് സപ്തതി ആലോചിക്കുക. ചത്ത എലി എന്തിനാ ആഘോഷിക്കുന്നത്? കുടിച്ചിട്ടാ പോരെ, അതിനെന്നെ വിളിക്കണോ? ചത്തേരിയല്ല, വരുന്ന 16-ന് എനിക്ക് നടക്കാതെ പോയ സപ്തതി നടക്കാൻ പോവാണ്. അതന്നെ, ഇത്രയും നാളും സപ്തതി വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. എനിക്കാ തെറ്റ് പറ്റിയത്. വന്നപ്പോ 3 കല്ല് കൊണ്ടുവരേണ്ടതായിരുന്നു. ഈ പട്ടിയുടെ തല അടിച്ചു പൊട്ടിക്കാൻ. എടോ, താൻ കുടുംബസമേതം വരണമെന്ന്. ഞാൻ വരത്തില്ല മിസ്റ്റർ. പണ്ട് തന്റെ വീട്ടിലൊരു ഓണസദ്യക്ക് ഞാൻ നമ്മൾ അതെല്ലാം നമ്മൾ അടിച്ചും പറഞ്ഞും തീർത്തല്ലേടോ. ആര് തീർത്തെന്നു? നിങ്ങൾ അടിച്ചു, ഞാൻ പറഞ്ഞു, തീർന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊരിക്കൽ തന്റെ വീട്ടിൽ ഞാൻ ഓണത്തിന് സദ്യ ഉണ്ണാൻ വന്നു. ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാമത് ചോറ് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യ തവി കൊണ്ട് എന്റെ കിറുക്കിട്ട് കുത്തി. അത് ഞാൻ മറന്നിട്ടില്ല. അത് മാത്രമല്ല, താൻ എന്നെ പച്ച തെറിയും വിളിച്ചു. മുത്തശ്ശ, നമ്മളെ വീട്ടിൽ അന്നം ചോദിച്ചു മുത്തശ്ശൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ഓടവിടെന്ന് ഇവിടെ 3 പന്തിയിലിരുന്ന് ഉരുട്ടി വിഴുങ്ങിയിട്ട് 4ാമത്തെ പന്തിയിൽ വന്ന് ഇരുന്ന് രണ്ടാമത് ചോറ് ചോദിച്ചവനെ ഞാൻ തെറി വിളിക്കണോ, പച്ചക്കറി കൊടുക്കണോടാ? തീറ്റപ്രാന്തനാണല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഇഷ്ടം പോലെ ഉണ്ടും ചിന്നും കുടിച്ചും വളർന്നവനാണ്. എനിക്കൊന്നിനോട് ഒരു ആർത്തിയുമില്ല. അങ്ങോട്ട് ഓടണ്ട. അത് തേങ്ങ പൊട്ടിച്ചതല്ല, തന്റെ വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. ചമ്മിപ്പോയി. അതെ, നിങ്ങൾ നമ്മൾ എന്താണ് ഇത്ര ശത്രുക്കളായത്? നുണയാടാ, നുണ. നുണ പറയില്ലെന്ന് പറഞ്ഞാലും വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. ആര്? ഞാൻ തന്നെ. 1 പറഞ്ഞ് 2 നുണയല്ലേ പറയുന്നത്. അപ്പൊ അടി എങ്ങനെ ഉണ്ടാവാതിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പറയണ്ട, കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. അതിപ്പോ കണ്ടെന്ന് മനസ്സിലായല്ലോ. എന്റെ വീടിന്റെ കെട്ടുറപ്പാണ് എനിക്ക് ആവശ്യം. ആദ്യം തന്റെ പാന്റെ അടുത്തൊന്ന് കെട്ടിവെക്കണോ? പറ്റി അമ്പലത്തിന്റെ മുറ്റത്ത് എന്താ കാണിക്കുന്നത് നീ? അതെ, നിങ്ങൾ നമ്മളുള്ള കുടുംബം ഒന്നാകണം, അതാണ് എന്റെ ആഗ്രഹം. എടോ നായരെ, എത്ര വർഷമായിടോ ഞാൻ നിനക്ക് പിണങ്ങിയിരുന്നിട്ട്? അതെ, നമുക്കത് സാധിച്ചു കൊടുക്കാം. ഞാനാരാന്നാ പുള്ളിക്ക് മനസ്സിലായില്ല. അത് നീ നേരത്തെ പറയണമായിരുന്നു. ഞാനല്ല, അത് എന്റെ തെറ്റല്ല മോനെ, എന്റെ തെറ്റല്ല. സാറേ, കുടുംബങ്ങൾ ഒന്നാകണം ഇത് പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം കൊണ്ട് എന്റെ മണ്ട വെക്കില്ലെന്ന്. ഇതൊക്കെ പറയാൻ നീ ആരാണ്? അതിനുള്ള അവകാശവും അധികാരവും ഇവനുണ്ട്. കാരണം ഇവൻ എന്റെ കോരപ്പട്ടിയാ. കോരപ്പട്ടി അല്ല, പേരക്കുട്ടിയാന്ന്. എന്റെ മോൻ സർപ്പകളത്തിലോട്ട് പോ. അതല്ല, എന്റെ ഒരു വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ടും ഒത്തുചേർന്ന് നമ്മളെ ഈ തിരി കത്തിക്കണം. പൊന്നുപോലെ നമ്മൾ നേരത്തെ ഒത്തുചേർന്നല്ലോ. നീ പൊക്കോല കടിക്കാതെ നമ്മൾ പിണക്കങ്ങളെല്ലാം തീർന്നു. അതെ, എനിക്കിപ്പോഴാണോ സന്തോഷമായത്? അതെ, എനിക്കിപ്പോഴാണോ സന്തോഷമായത്? പിന്നെ എന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാം. അത് ചോദിക്കണം. അങ്ങനെ താൻ കുട്ടിക്കാലം ഓർക്കുന്നു? പിന്നെ കുട്ടിക്കാലം ഓർക്കാതിരിക്കോ? എന്തൊരു തണുപ്പായിരുന്നു പണ്ട് എക്സ്കർഷന് പോകുമ്പോ. വലിച്ചു വരുത്തന്റെ ഊപ്പാട് വന്നില്ലേ? എടോ, അതല്ലടോ, നമ്മുടെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വെച്ചിട്ട് അന്ന് തൊട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ താൻ എന്നോട് 2 മാസം മുമ്പ് ഒരു 2000 രൂപ കടം വാങ്ങിയില്ലേ? അത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ല. 2 ആഴ്ച മുന്നേ താൻ എന്നോട് 1000 രൂപ കടം വാങ്ങിയില്ലേ? അത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ലടോ. അതൊന്നും തനിക്ക് ഓർമ്മയില്ലല്ലേ? എടോ, എനിക്ക് അശ്മേഷ്യാണെന്ന്. എന്നാണ്? മറവീട് അസുഖമുള്ളതാണെന്ന്. അതാണല്ലേ. നമ്മുടെ കൂടെ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ച ശാന്തമ്മ, അവളിപ്പോ എവിടെയാണോ? മുഖത്ത് കാക്കപ്പുള്ളിയുള്ള പെണ്ണാണോ? അതെ തന്നെ. അവളിപ്പോ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ 2 വീട് വെച്ച് താമസിക്കുന്നു. 3 പെൺപിള്ളേർ, ഭർത്താവില്ല. ഓഹോ, കാശ് മേടിക്കുമ്പോ മാത്രമേ ഉള്ളൂ തനിക്ക് ആ കുരുവില്ലേ? അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം താൻ ഓർത്തിരിക്കട്ടല്ലേ? താൻ അങ്ങനെ പറയരുത്. തനിക്കറിയാവോ, എന്റെ വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ടും എന്നെ നോക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ലടോ. ആര് പറഞ്ഞു? മ്യാവ് മ്യാവ്. ഞാനുണ്ട് ഇവിടെ. കാർത്തു കാർത്തു കാർത്തു. അതെ, കാർത്തു എന്ന് പറഞ്ഞ പേരുള്ള ഒരു വേലക്കാരി, ഇവിടെ മറുകൊള്ളൊരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ. അവളിപ്പോ എവിടെയാണ്? എടോ, ഞാനൊരു കുഞ്ഞു തമാശ പറഞ്ഞപ്പോ അവള് പേടിച്ച് 8 നില പൊക്കത്തിൽ നിന്ന് എടുത്ത് ചാടി ഓടിയടോ. താൻ എന്ത് തമാശാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അറിഞ്ഞും കേട്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പ്രഗ്നന്റ് ആക്കാന്ന്. ആ കൊച്ചു കേട്ടത് പ്രഗ്നന്റ് ആയിപ്പോയി. ഞാനെന്ത് ചെയ്യാനാ? അതെന്താ വെച്ചാണോ? ആ കൊച്ചു മതിലല്ലേ ചാടിയുള്ളൂ. ഞാനാണ് ഈ ജില്ല വിട്ടു പോയേനെ. ഞാനൊരു കാര്യം ചെയ്യും, എല്ലാം കള. നമ്മുടെ മക്കളുടെ സന്തോഷം നമുക്ക് വിളക്കെത്തിക്കാൻ പോ. അതെ അതെ അതെ. താൻ എന്താണോ ഈ കാണിക്കുന്നത്? അതേ കുത്തി നടക്കാൻ വേണ്ടി OLX ഒരു വടിക്ക് ഓർഡർ ചെയ്താ. അവന്മാരയച്ച സാധനം ഇത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? വേറെ നിറയും കുത്തം പല്ലിന്റെ ഇടയിൽ ഇറച്ചിക്കളെ. അങ്ങനെയാണെങ്കിൽ താനും എനിക്കൊന്ന് ഓർഡർ ചെയ്യണം. തനിക്കെന്തിനാണോ വടി? എന്റെ വടിയും തേഞ്ഞു പോയി. ഇത് കണ്ടില്ലേടോ, തേഞ്ഞ് പകുതിയായി. അത് ഞാൻ ഓർഡർ ചെയ്യാം. നമുക്ക് വിളക്കെത്തിക്കാം.
ഞാനാണ് 3 തിരി കത്തിച്ചത്. പക്ഷെ പണ്ട് താൻ 4 തിരി കത്തിച്ചിരുന്നല്ലോ. അല്ല, ഞാനല്ലേ സ്ഥിരമായിട്ട് 3 തിരി കത്തിച്ചോണ്ടിരുന്നത്. പക്ഷെ ഞാനാണല്ലോ ഇവിടെ 4 തിരി കത്തിച്ചോണ്ടിരുന്നത്. അല്ല, അങ്ങനെ പറയരുത്. അപ്പൊ ഞാനാണ് ഇവിടെ 3 തിരി കത്തിച്ചോണ്ടിരുന്നത്. താൻ പോടോ അവിടെ. താൻ എന്നെ അങ്ങനെ അങ്ങ് ഇടല്ലാതെ. ഞാൻ 4 തിരി കത്തിച്ച് തനിക്ക് എന്താണോ എന്നാടോ നീ വടി വെച്ചോണ്ട് എന്നെ അവിടെ കാണുന്നത് പട്ടി. നീ അത്രയ്ക്കായി ഇതെന്താ ഒന്നാം കാമെന്നൊരു 4 തിക്കി കിടക്കുന്നേ? മുത്തച്ഛ എന്നാ സംഭവം? അടിച്ചോ? എന്താ സാറേ കാണിച്ച? അടിച്ചോ? ഈ പട്ടി എന്നെ അടിക്കാൻ ഇങ്ങനെ ഉണങ്ങി എന്ത് ചെയ്യും? എടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമ്മൾ 2 തടവാറ്റുകാരും ഒന്നും പോവില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടിന് പോവാ. ഞാൻ എന്റെ കഥാപ്രസംഗത്തിന്. എടാ, തല്ലും കൊണ്ടിട്ട് കോമഡി അടിക്കാൻ നാണമില്ലടാ. 2 പേരും 2 വഴിക്ക് പോവാണോ? അപ്പൊ ഇനി ഞാൻ പൂത്തെടുത്ത് പോണോ അതോ കിടക്കാലത്ത് പോണോ? നീ എന്റെ പാട്ടിന് പോടാ. ചേട്ടാ, പ്രസാദേ, ദിനേഷ്, മനോജ്, എനിക്ക് തോന്നുന്നത് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് സൂപ്പർ ഹിറ്റായ സിനിമയല്ലേ. പക്ഷേ എന്താണ് പറയണത്, തമാശകൾ കുറഞ്ഞു പോയിട്ടുണ്ട്, തമാശകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈമിങ്ങിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങളെ. കാരണം നിങ്ങൾ പറഞ്ഞു തരേണ്ട ആർട്ടിസ്റ്റുകളല്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ടൈമിങ് എന്തോ റിഹേഴ്സൽ കുറവാണ്, റിഹേഴ്സൽ ചെയ്യാണ്ടാണ്. റിഹേഴ്സൽ ഇല്ലെന്ന് തന്നെ തോന്നി ഞങ്ങൾക്ക്. എന്താണ് മനോജ് ഭായ്, എന്താണ് പറയാനുള്ളത്? എന്താ പറ്റുന്നത്? 2 ദിവസം റിഹേഴ്സൽ ഉണ്ടായിരുന്ന നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്ന കാര്യം ഈ റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാണ് എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ 2 ദിവസം റിഹേഴ്സൽ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല അത്. കാരണം അങ്ങനെ പോരാ ശരിക്കും പറഞ്ഞാൽ. അത് തന്നെയല്ല, നല്ല ത്രെഡായിരുന്നേ. നമുക്ക് ഒരുപാട് തമാശകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയിൽ. പക്ഷേ എന്താണ് മറന്നു പോകലാണോ ഇനിയിപ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റിനോട് പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ് തിരുത്തി തരേണ്ടത്? എനിക്ക് തോന്നുന്നു ഡെനീഷിൻ്റെ ഒക്കെ ശബ്ദത്തിൽ തന്നെ എത്ര കോമഡി ഇരിക്കണമെന്ന് അറിയാമോ? ശബ്ദം തന്നെ മതി, പുറത്തുനിന്നൊരു ഡയലോഗ് ആ ശബ്ദം തന്നെ കേട്ടാൽ മതിയല്ലേ. അതൊക്കെ വെച്ചിട്ട് ഒന്ന് യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. നിങ്ങളോട് ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രക്ക് വലിയ കലാകാരന്മാരാണ്. ബാക്കി ഇവർ പറയുക എന്താണെന്ന് വെച്ചാൽ ചേട്ടാ, നന്നായി. അതായത് നിങ്ങൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഗംഭീരമായിട്ട് ചെയ്തിരുന്ന നിങ്ങളൊരു ഉഗ്രൻ സ്കിറ്റാവേണ്ട ഒരു ത്രെഡ് അതിനകത്തുണ്ടായിരുന്നു. അതെ, കാരണം പ്രസാദ് വന്ന് പ്രസാദിൻ്റെ പോർഷനെല്ലാം പ്രസാദ് ഗംഭീരമായിട്ട് ചെയ്തു. ആദ്യം തന്നെ പറഞ്ഞു ആ കല്ലിൻ്റെ സാധനമൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. കാര്യം ഇത് മനസ്സിലായല്ലോ. പിന്നെ ആ കല്ലിൻ്റെ ഓരോ തവണ പറയുമ്പോഴും നമ്മൾ ചിരിക്കുകയായിരുന്നു. ഇത് ഒരെണ്ണം കൂടെ കൊണ്ടുവരണ്ടായിരുന്നു, 3 എണ്ണം കൊണ്ടുവരണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അത് നല്ല നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ ഡെനീഷ് വന്നു. ഡെനീഷ് ആ ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാര്യം കുറച്ചുകൂടെ സമയമൊക്കെ എടുത്ത് വന്നിട്ട് ദിലീപേട്ടനെ കുറച്ച് അനുകരിച്ചതിന് ശേഷം ആ ബണ്ണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ വർക്കായനെ. അത് നല്ല തമാശ. അതൊക്കെ ഞാൻ ബണ്ണ് വെച്ചേക്കെ, ഞാനിതൊന്ന് വിഴുങ്ങിക്കോട്ടെ. പക്ഷെ എന്തോ അത് കഴിഞ്ഞ് ഡെനീഷ് വന്നപ്പോൾ പോലും മൊത്തത്തിൽ എന്തോ ഒരു ടെൻഷനാണോ, നിങ്ങൾ പലതും മറന്നു പോവാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടേക്കാണ് നമ്മുടെ മനോജ് കയറി വരുന്നത്. മനോജ് വന്നിട്ട് മനോജിന് മൊത്തം മറന്നു. പക്ഷെ മനോജിൻ്റെ ആ വരവും കാര്യങ്ങളും എല്ലാം നന്നായിരുന്നു മനോജ്. നെക്സ്റ്റ് ടൈം വരുമ്പം ആ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി, ഇത് നമ്മുടെ ഫാമിലി അല്ലേ, നമ്മൾ നിന്നങ്ങ് പൊളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ധൈര്യമായിട്ട് അങ്ങനെ കണ്ടാൽ മതി. ഇങ്ങനെ നമ്മുടെ ദിവസം അല്ലായിരുന്നു എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. പ്രജോദേട്ടാ, ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം. ഈ ഫ്ലോറിൽ ഇനി ഇഷ്ടംപോലെ സിൽവർ പഞ്ച് മേടിക്കേണ്ട 3 ടീമുകളാണ്. അത് പറയുന്ന മറ്റൊന്നുമല്ല, നിങ്ങളെ 3 മിക്സ് ചെയ്തിട്ട് ഇത് ഡയറക്ടർ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാഴ്ചപ്പാട്, നിങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. കാരണം നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടർ കാരിക്കേച്ചർ പോലെയാണ്. പ്രസാദ് എന്ന് പറയുന്ന ആൾ കൗണ്ടർ നിന്നടിക്കുന്ന ആളാണ്. ഡെനീഷിൻ്റെ സൗണ്ട് മോഡുലേഷനിൽ ചിരി പിടിക്കുന്ന ആളാണ്. നമ്മുടെ കോമ എന്ന് പറയുന്ന ആളുടെ ആക്ടിവിറ്റീസ് നമുക്ക് ഭയങ്കര ഇഷ്ടം. അയാൾ മനോജ് നടന്നു വന്നപ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിരിച്ചുപോയി. പിന്നെ നിങ്ങൾ എന്താ പറയുക, പൊളിച്ചടുക്കുക മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു ടെൻഷനും ഇല്ല. കാരണം ഇതിനകത്ത് ഉഗ്രം കൗണ്ടറുകൾ നല്ല പരിപാടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റുമ്പോഴും നമ്മൾ വിളിച്ചിരിക്കുന്നുണ്ട്. കാരണം ആ പറയുന്ന കൗണ്ടറുകളൊക്കെ ഫസ്റ്റ് തന്നെ കല്ലിൻ്റെ കാര്യം രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്താൽ പോകണം. മറ്റേ കാര്യസ്ഥനല്ല, എല്ലാത്തിനും കൗണ്ടറുകൾ, നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. പട്ടാളക്കാരൻ, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല കുറെ പുതിയ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ടെൻഷൻ മാത്രമാണ്. അതൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും ഇവിടെ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ പറയാണ്, കിട്ടില്ല ആർട്ടിസ്റ്റുകളാണ് 3 പേര് നല്ല കോമ്പിനേഷനാണ്. വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം, അടിപൊളിയാക്കുക. താങ്ക് യു പ്രജോദേട്ടാ. ബിസ്ക്കറ്റിന്റെ മാർക്സ് ഷാൻ ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ഞാനൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ പ്രജോദേട്ടാ. ഞാനൊരു 10,000 രൂപ. ടോട്ടൽ 20,000 രൂപ. ബുജുകുട്ട ചേട്ടാ ഒരു എമൗണ്ട് നേരെ അയച്ചു. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. ഓക്കെ,
ഇന്നൊരു മോശം ദിവസമായിട്ട് അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ പ്രസാദ് അടുത്ത പ്രാവശ്യം നമ്മൾ കലക്കുന്നു. ഇതിന്റെ കൂടെ ചേർത്ത് നമ്മൾ അടുത്ത പ്രാവശ്യം വാങ്ങിക്കും. നല്ലൊരു കൈഡി. ഓക്കെ, അടുത്ത പ്രാവശ്യം. താങ്ക് യു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.